നമസ്കാരം. തിരുവനന്തപുരത്ത് കുറച്ച് വർഷത്തിനു മുന്നേ ഉണ്ടായ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് KSRTCയുടെ താത്കാലിക ജീവനക്കാരനായിരുന്ന യദു. എട്ടും മുട്ടും തിരിയാത്ത പാർട്ടി എന്തിൻ്റെ ഒരു തിളപ്പിന് വേണ്ടി ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം നഗരസഭയുടെ മേയറാക്കി. അന്ന് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിദേവ് MLA കൂടെ റോഡിൽ കാണിച്ച ഒരു ഒന്നൊന്നര ഷോ. ആ ഷോയുടെ മുന്നിൽ, അതായത് CPM മുന്നിൽ കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ യൂണിഫോം എല്ലാം ഊരി CPM നേതാക്കളുടെ കാൽക്കൽ വെച്ച് അടിയറവ് വെച്ച് നട്ടല് പോലെ വളഞ്ഞു നിൽക്കുന്ന, നട്ടലെല്ലാം പണയം വെച്ച് നിന്ന ഒരു കൂട്ടം കേരള പോലീസ് ഉണ്ടായിരുന്നു. തെറ്റെല്ലാം തന്നെ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവിന്റെയും പേരിലായിരുന്നു. അതായത് സീബ്ര ക്രോസിംഗ് എല്ലാം തന്നെ സീബ്ര ക്രോസിംഗിന്റെ മുന്നിലേക്ക് കൊണ്ട് വണ്ടി കൊണ്ടിട്ടു. കാൽനട യാത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. KSRTC ബസ്സിനെ തടഞ്ഞു നിർത്തി. ഡ്രൈവർക്ക് നേരെ അസഭ്യവർഷമൊക്കെ പറഞ്ഞു. എന്നിട്ട് കേസിന് കുറച്ച് ബലം കിട്ടാൻ വേണ്ടി യദു ആര്യ രാജേന്ദ്രനെ നോക്കി അശ്ലീല ആംഗ്യം കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. സാധാരണഗതിയിൽ പിറകിൽ, അതായത് ഒരു വണ്ടിയുടെ പിന്നിൽ ഒരു വണ്ടി ഹോൺ അടിക്കുന്ന സമയത്ത് സ്വാഭാവികമായി മുന്നിൽ നിൽക്കുന്ന വണ്ടിയുടെ ഡ്രൈവർ ഒരു സിഗ്നൽ കാണിക്കും, ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു സിഗ്നൽ. ഈ സിഗ്നൽ കണ്ടിട്ടാണോ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് യദു എന്നെ നോക്കി അശ്ലീല ആംഗ്യം കാണിച്ചു എന്നാണ് ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്. അത് ആര്യ രാജേന്ദ്രന് അന്ന് വെറും ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ, ഡിഗ്രി പഠിക്കുന്ന സമയമാണ്. അത് പാസ്സായോ ഇല്ലയോ എന്ന് പോലും പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത് ലോകവിവരം പോലും ഇല്ല. നമുക്കറിയാം CPM സഖാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ലോകവിവരം പോയിട്ട് കേരള വിവരം പോലും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പിടിച്ചിട്ടാണ് മേയറാക്കിയിരുത്തിയത്. അങ്ങനെ പാവം KSRTC ഡ്രൈവറിന്റെ ജോലിയെല്ലാം തന്നെ ഇപ്പോൾ നഷ്ടപ്പെടുത്തി. അദ്ദേഹം അവസാനം പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ, അതായത് പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ ഓടാൻ തുടങ്ങിയപ്പോൾ സച്ചിദേവ് MLAയും ആര്യ രാജേന്ദ്രനും കൂടെ മോട്ടോർ വാഹന വകുപ്പിനെ വിളിച്ചു പറഞ്ഞിട്ട് അവനെ തടയുക, ബസ്സിനെ തടയുക, കസ്റ്റഡിയിൽ എടുക്കുക, ബസ് കമ്പനിയെ മൊത്തത്തിൽ കുളം തോണ്ടുക എന്ന ഒരു നിർദ്ദേശവും നൽകി. അവസാനം അവിടെ നിന്നും യദുവിന്റെ ജോലി നഷ്ടപ്പെട്ടതോടുകൂടിയാണ് യദു ഇപ്പോൾ സ്വിഗ്ഗി ഓടാനായിട്ട് തുടങ്ങിയത്. മറ്റു പല ബസ് കമ്പനികളിലെ മുതലാളിമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ കേസ് നിലനിൽക്കുന്നുണ്ട്. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. ഒരു അന്തിമമായ വിധി വന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് മറ്റ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർമാരും പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരും അടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ് യദു എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജീവിക്കണം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സ്വിഗ്ഗി ഓടുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു പേടി എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രന്റെ വീട് മുടൻമുകളാണ്. യദുവിന് കിട്ടുന്ന മിക്ക ഓർഡറുകളും പൂജപ്പുര മുടർമുകൾ ബേസ് ചെയ്തിട്ടാണ്. ആര്യ രാജേന്ദ്രന്റെ വീടിന്റെ മുന്നിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇനി എങ്ങാനോ യദു ഇപ്പോൾ സ്വിഗ്ഗി ഓടുന്നു അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഇനി കള്ളക്കേസ് എങ്ങനെ കൊടുത്ത് പിണറായിയുടെ പോലീസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കുമോ അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിട്ട് എന്നെ മർദ്ദിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടി, ഇനി വീണ്ടും ഒരു കള്ളക്കേസ് തലയിലേക്ക് വരുമോ എന്നുള്ളൊരു ഭയം യദുവിന് ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുമുള്ള നീതിയും ഒന്നും കിട്ടാതെ വന്നു. അന്ന് തന്നെ ആര്യ രാജേന്ദ്രന്റെയും സച്ചിദേവിന്റെയും പ്രവൃത്തിയിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു രോക്ഷം തന്നെ ഒന്ന് പ്രകടിപ്പിച്ചു. ആ രോക്ഷത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടിയുടെ ഒരു എഫക്റ്റ് ആണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കയ്യിൽ കൊള്ളയിൽ വന്ന തിരുവനന്തപുരം നഗരസഭ, അത് CPM കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം നഗരസഭ എടുത്ത് നേരെ ജനങ്ങൾ BJPയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത്. യദുവിന് BJP വന്നാൽ ഒരു നീതി കിട്ടും എന്നൊക്കെ നവമാധ്യമങ്ങളിൽ അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ക്യാമ്പയിൻ ഉണ്ടായിരുന്നുവെങ്കിലും BJP അധികാരമേറ്റ് വെറും 1.5 മാസമായതേ ഉള്ളൂ. അവർ പണി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിനുശേഷം യദുവിന് എന്തെങ്കിലും തരത്തിൽ കോർപ്പറേഷനിൽ ഒരു ജോലി BJP വാങ്ങി നൽകും എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന BJP അധികൃതരിൽ നിന്നടക്കം BJP നേതാക്കളിൽ നിന്നടക്കം വരുന്ന ശുഭവാർത്തകൾ.